മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മോൺസൺ മാവുങ്കലിനെ അറിയാം. അദ്ദേഹം എന്താണ്, എങ്ങനെയാണ് ജീവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. മോൺസൺ മാവുങ്കൽ ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ കിടക്കുന്നത് എന്തിനാണ്? പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ മോൺസൺ മാവുങ്കൽ. വീട്ടുജോലിക്കാരുടെ മകളെ പീഡിപ്പിച്ച് 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച് അമ്മയാക്കി ആ ഗർഭചിത്രം ചെയ്ത് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച, ഒരു തവണയല്ല നിരവധി തവണ പീഡിപ്പിച്ച വ്യക്തിയാണ് മോൺസൺ മാവുങ്കൽ. അതുകൊണ്ട് തന്നെയാണ് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. 9 മാസമായി ജയിലിൽ കിടക്കുന്നു. അന്ന് വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: പോക്സോ കേസിൽ പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന് ജീവപര്യന്തം ശിക്ഷ. വിശദമായ വാദങ്ങൾക്ക് ശേഷം എറണാകുളം ജില്ലാ പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 27 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. കേസിൽ മോൺസൺ മാവുങ്കൽ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 13 വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ 10 വകുപ്പുകളിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ബലാത്സംഗം അടക്കമുള്ള കുറ്റത്തിനാണ് ശിക്ഷാവിധി. പോക്സോ വകുപ്പ് പ്രകാരം 1 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവുമാണ് ശിക്ഷ. മറ്റു വകുപ്പുകളിലെ ശിക്ഷ ഉൾപ്പെടെ 5 ലക്ഷത്തിലധികം രൂപ പിഴ വിധിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസം വാഗ്ദാനം നൽകി വീട്ടുജീവനക്കാരിയുടെ മകളെ കലൂരിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 17 വയസ്സുകാരിയായ കുട്ടിയെ 1ലധികം തവണ പീഡനത്തിന് ഇരയാക്കിയതായി പരാതിയുണ്ടായിരുന്നു. 2019 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തിരുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ 2021 ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് വാർത്ത. അന്ന് വന്ന വാർത്തയാണ്, 9 മാസം മുമ്പ് വന്ന വാർത്തയാണ്. കോടതി വിധിക്ക് ശേഷം വന്ന വാർത്തയാണ് വായിച്ചത്. മോൺസൺ മാവുങ്കൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടു. ഇത് പോക്സോ കേസാണ്. ഇതോടൊപ്പം തന്നെ മോൺസൺ മാവുങ്കലിനെതിരെ മറ്റൊരു കേസ് കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് പുരാവസ്തു തട്ടിപ്പ് കേസാണ്. പുരാവസ്തു തട്ടിപ്പ് കേസ്. പുരാവസ്തു തട്ടിപ്പ് കേസ് എന്ന് പറയുമ്പോൾ പുരാവസ്തുക്കൾ, ഇപ്പോൾ നിർമ്മിച്ച സാധനങ്ങൾ പുരാവസ്തുക്കളാണ്, ഇത്ര കൊല്ലം പഴക്കമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തുന്ന കേസിൽ പ്രതിയാണ്. അങ്ങനെയാണ് മോൺസൺ മാവുങ്കൽ അറിയപ്പെടുന്നത്. പുരാവസ്തു കേസ്, തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മോൺസൺ മാവുങ്കൽ അറിയപ്പെടുന്നത് തന്നെ. ആ കേസിലാണ് ആദ്യം മോൺസൺ മാവുങ്കൽ അറസ്റ്റിലാകുന്നത്. അതിനുശേഷമാണ് പോക്സോ കേസ് വരുന്നത്. അതിനിടയിലാണ് മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കെ സുധാകരൻ 2ാം പ്രതിയായ കേസ്. കെ സുധാകരൻ മറ്റാരുമല്ല, KPCCയുടെ പ്രസിഡന്റാണ്, കണ്ണൂർ MP ആണ്. ഇപ്പോൾ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കണം എന്ന് KPCC നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇതുവരെയും സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹം മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. KPCCയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. ഈ മോൺസൺ മാവുങ്കൽ പ്രതിയായ മറ്റൊരു തട്ടിപ്പ് കേസിൽ പ്രതിയാണ്, 2ാം പ്രതിയാണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആ വാർത്ത കൂടി നമുക്ക് വായിക്കാം. മലയാള മനോരമയിൽ വന്ന വാർത്തയാണ്. വാർത്ത ഇങ്ങനെയാണ്: മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസ്, കെ സുധാകരനെ 2ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. മലയാള മനോരമയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ 2ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വഞ്ചന, ഗൂഢാലോചന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എറണാകുളം ACJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ കേസിൽ സുധാകരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. മോൺസണുമായി സുധാകരൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും പരാതിക്കാർ നൽകിയ 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റി എന്നുമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത്. സുധാകരന്റെ സാന്നിധ്യത്തിലാണ് 25 ലക്ഷം കൈമാറിയത് എന്നായിരുന്നു പരാതിക്കാർ മൊഴി നൽകിയത്. ക്രൈംബ്രാഞ്ചിന്റെ കളമശ്ശേരി യൂണിറ്റാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. മോൺസൺ കേസുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ വർഷം ജൂണിൽ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് വേണ്ടി വന്നാൽ ജാമ്യം അനുവദിക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാമാണ് 3ാം പ്രതി. ആരൊക്കെയാണ് പ്രതികൾ? 1 മോൺസൺ മാവുങ്കൽ, പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതി മോൺസൺ മാവുങ്കൽ. 2ാം പ്രതി കെ സുധാകരൻ, KPCC പ്രസിഡന്റ്. 3ാം പ്രതി എബിൻ എബ്രഹാം. അതാരാണ്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. കെ സുധാകരന്റെ എറണാകുളത്തെ ഏജന്റ് എന്ന് പറയാൻ കഴിയുന്ന ആളാണ് എബിൻ എബ്രഹാം. കെ സുധാകരൻ എറണാകുളത്ത് എപ്പോൾ വന്നാലും കൂടെ ഉണ്ടാകുന്ന ആളാണ് എബിൻ എബ്രഹാം എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ സംഭവം ഏറെ കേരളം ചർച്ച ചെയ്തതാണ്. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലിരിക്കുന്ന കെ സുധാകരന്റെ ചിത്രം ഫോട്ടോ സഹിതം പുറത്തു വന്നതാണ്. പണം കൈമാറുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ അവിടെ ഇരിക്കുന്ന ചിത്രം പുറത്തു വന്നതാണ്. പണം വെച്ച ബാഗ്, കെ സുധാകരൻ ഇരിക്കുന്നതിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ചിത്രം പുറത്തു വന്നതാണ്. ആ പണത്തിൽ നിന്ന് 10 ലക്ഷം രൂപ കെ സുധാകരന് നൽകിയെന്ന് മൊഴി നൽകിയിരിക്കുന്നത് മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവറാണ്.
അതുപോലെ തന്നെ ഈ പണം നൽകുന്നത് കെ സുധാകരൻ പറഞ്ഞിട്ടാണ്, കെ സുധാകരൻ ഉറപ്പ് നൽകിയിട്ടാണ് എന്നുമാണ് പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരന്റെ വീട്ടിൽ എന്തിന് KPCC പ്രസിഡന്റ് പോയി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യം കെ സുധാകരനോട് തന്നെ അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ കെ സുധാകരൻ ആദ്യം പറഞ്ഞത് കണ്ണിന് ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് എന്നാണ്. പിന്നീട് പറഞ്ഞത് സ്കിന്നിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് എന്നാണ്. പിന്നീട് പറഞ്ഞത് മുഖത്തുള്ള കറുത്ത പാടം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. മോൺസൺ മാവുങ്കൽ ആ ചികിത്സ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടും അതിൽ അദ്ദേഹം വിദഗ്ധനാണ് എന്ന് അറിഞ്ഞതുകൊണ്ടുമാണ് അവിടെ പോയത് എന്നാണ് പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞു പണം കൈമാറുന്നത് കണ്ടിട്ടേയില്ല, ഈ പരാതിക്കാരെ എനിക്ക് പരിചയമേ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ഫോട്ടോ പുറത്തു വന്നത്. ഫോട്ടോ പുറത്തു വന്നതോടുകൂടി കെ സുധാകരന് അത് മാറ്റി പറയേണ്ടി വന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്കവരെ പരിചയമില്ലായിരുന്നു, ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവർ വന്നത്, പണം നൽകിയോ ഇല്ലയോ എന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നു. കെ സുധാകരനെ ഓരോ ദിവസം കഴിയുന്തോറും മാറ്റി പറയുന്ന സുധാകരനെയാണ് അന്ന് നാം കണ്ടത്. എന്ന് വെച്ചാൽ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഈ ആഗോള തട്ടിപ്പുകാരനുമായി KPCC പ്രസിഡന്റിന്റെ ബന്ധം എന്താണ്? KPCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ദിവസം KPCC ഓഫീസിൽ വെച്ച് കെ സുധാകരനെ മോൺസൺ മാവുങ്കൽ കാണുന്നുണ്ട്, ബൊക്കെ കൊടുക്കുന്നുണ്ട്, അവർ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതോടൊപ്പം കെ സുധാകരനും മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിന് നിരവധി തെളിവുകൾ അന്ന് തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. കേരളം ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഈ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ പറഞ്ഞിട്ടാണ് 25 ലക്ഷം രൂപ മോൺസൺ മാവുങ്കലിന് കൈമാറിയത് എന്ന് പ്രതികൾ പറയുകയും അതിനുള്ള തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പല ന്യായങ്ങളും പറയും, അത് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന പ്രതികാരമാണ് എന്നൊക്കെ പറയാം, കൃത്യം രാഷ്ട്രീയമാണ് ഇതിന് പുറകിൽ എന്നൊക്കെ പറയാം. അത് സ്വാഭാവികമാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും പറയുന്ന കാര്യം തന്നെയാണ്. ഇനി കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത്, കോടതി എടുക്കട്ടെ. പക്ഷേ കെ സുധാകരനും മോൺസൺ മാവുങ്കലും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. എന്തിനാണ് ഇത്തരമൊരു തട്ടിപ്പുകാരനുമായി KPCC പ്രസിഡന്റ് ചങ്ങാത്തം കൂടുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നില്ലേ? ആ ചോദ്യം പക്ഷേ ആരും ചോദിക്കില്ല. കാരണം KPCC പ്രസിഡന്റാണ്. അവിടെ ചിലപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇതായിരിക്കില്ല കേരളത്തിലെ സ്ഥിതി. നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുക എന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ സങ്കല്പത്തിൽ തന്നെ ഉണ്ടാകും ആ വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത്. പക്ഷേ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തട്ടിപ്പുകാരുമായി കൂട്ടുകൂടാം, കോഴപ്പണം വാങ്ങാം, ഒരു വ്യാജ വൈദ്യനെടുത്ത് ചികിത്സയ്ക്ക് പോകാം, അതിലൊന്നും യാതൊരു തെറ്റും നമ്മുടെ മാധ്യമങ്ങൾ കാണുകയോ നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയോ ചെയ്യില്ല എന്ന കാര്യം സംശയമേയില്ല. നാളെ പത്രങ്ങളിൽ ഇത് ചെറിയൊരു കോളം വാർത്തയായി അവശേഷിക്കും എന്നത് എല്ലാവർക്കും അറിയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തിനാണ് കെ സുധാകരൻ ഈ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലേക്ക് പോയത്? എന്താണ് അദ്ദേഹത്തിന്റെ ദൗത്യം? ഈ പോക്സോ കേസ് സംഭവം നടക്കുന്ന സമയത്ത് കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയും അത് വലിയ വിവാദമാകുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുകയാണ് കെ സുധാകരൻ, KPCC പ്രസിഡന്റ്. അത് മോൺസൺ മാവുങ്കൽ എന്ന പോക്സോ കേസിലെ ആഗോള തട്ടിപ്പുകാരൻ ഒന്നാം പ്രതിയായ കേസിലാണ് പ്രതിയായിരിക്കുന്നത്. മൂന്നാം പ്രതി എബിൻ എബ്രഹാം എന്ന യൂത്ത് കോൺഗ്രസ് നേതാവുമാണ്. എന്താണ് കോൺഗ്രസ്, എങ്ങനെയാണ് കോൺഗ്രസ് എന്നതിന് ഇതിൽ പരം ഒരു ഉദാഹരണം ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമാണ്, ഇതൊക്കെ പിണറായി വിജയന്റെ കളിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്ന് കെ സുധാകരനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ ആരംഭിക്കും. അത് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. മലയാള മനോരമയിലെ വാർത്ത വായിച്ചാൽ തന്നെ നമുക്കതിൽ വ്യക്തമാകും. കെ സുധാകരൻ പുണ്യാളനാണ്, ക്രൈംബ്രാഞ്ച് എന്തോ കുറ്റം ചെയ്തിരിക്കുന്നു, കെ സുധാകരനെ ബോധപൂർവം കേസിൽ പെടുത്തിയിരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. ആ വാർത്ത അങ്ങനെ തന്നെയാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നതും.